എന്നോട് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതും എന്ന് ഞാൻ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എൻ്റെ കേളി ഹെയർ റുട്ടീന്. അതാണ് ഇന്നത്തെ വീഡിയോ. ഈ കാപ്പിരി പോലത്തെ തല ഒന്ന് ഫ്രിസ് ഫ്രീ ആയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. ആദ്യം തന്നെ മുടി ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അറാട്ട പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കേളപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഷാമ്പു യൂസ് ചെയ്തിട്ട് വെള്ളം മൊത്തം സ്ക്രഞ്ച് ഔട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി കണ്ടീഷണർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ സെയിം ബ്രാൻഡിൻ്റെ കണ്ടീഷണർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷണർ നമ്മൾ സ്കാൽപ്പിലാക്കാതെ മുടിയുടെ എല്ലാ പോർഷനിലും ഒരുപോലെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇനി നല്ലൊരു മൈക്രോ ഫൈബർ ടവൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പഴയ ടീഷർട്ട് ഉപയോഗിച്ചിട്ടോ നമുക്കിതൊന്ന് കെട്ടിവെക്കാം. ഒരിക്കലും പഴയ ടൈപ്പിലെ തോർത്തുകൊണ്ട് യൂസ് ചെയ്തത് നമ്മുടെ മുടി കൂടുതൽ ഫ്രിസ് ആക്കും. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ടവൽ റിമൂവ് ചെയ്യാം. അപ്പം തന്നെ അടിപൊളിയായിട്ട് മുടിയൊക്കെ കിടക്കുന്നുണ്ടാവും. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിലും അടിപൊളിയാണ് കേട്ടോ. ഒരിക്കലും ചീർപ്പ് യൂസ് ചെയ്യരുത്. ഞാൻ കൂടുതൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇനി കേൾസ് ഒരുപാട് നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ 2 പ്രോഡക്റ്റും കൂടി യൂസ് ചെയ്യാറുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഈ അറാട്ടയുടെ ലീവ് ഇൻ കണ്ടീഷണർ. അത് വളരെ കുറച്ച് എടുത്തിട്ട് സ്കാൽപ്പിലാക്കാതെ മുടിയിലെ എല്ലാ ഭാഗത്തും തേക്കുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോമ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അത്യാവശ്യം ഗ്യാപ്പുള്ള കോമ്പാണ്. ചില സമയത്ത് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ആക്കാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഫൈനലി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റാണ് ഈ ഒരു കേളപ്പിൻ്റെ ഹെയർ ജെല്ല്. അതും കുറച്ചെടുത്തിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലോണം സ്ക്രഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് മുടി താഴ്ന്ന മുകളിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം കേളാവും. ഇനി എങ്ങനെയാണോ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയും കൂടി മുടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഇനി മുടി ഉണങ്ങി കഴിഞ്ഞാൽ ഫ്രിസ് ഫ്രീ ആയിട്ട് തന്നെ ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ലപോലെ കെയർ ചെയ്യുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ ഇതുപോലെ തന്നെ മുടി ഉണ്ടാവും.